വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്ന ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കുന്നതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരെയും പറയുന്നത് അവർ കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ മാത്രം വിവരിക്കുന്ന ഒരു ഉപമയാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ധനവാന്റെയും ലാസറിൻ്റെ ഉപമ. ഫരിസേയരോടുള്ള പ്രബോധനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഉപമ. സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നു. സമ്പത്ത് അയൽക്കാരനുമായി ദരിദ്രനു വേണ്ടി വിനിയോഗിക്കാതെ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ലെന്ന് മാത്രമല്ല, കഠിനമായ നരകശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഹൃദയാലിവോടെ ആവശ്യക്കാരൻ്റെ പക്കൽ വിഭവങ്ങൾ പങ്കിടുവാൻ ഉപമ നമ്മെ ക്ഷണിക്കുന്നു. ഏറെ നാളായി രോഗിയായ കിടപ്പിലായ ദരിദ്രനായ ലാസറും ധനികനുമാണ് ഈ ഉപമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ധനികൻ തൻ്റെ സ്വാർത്ഥതയും ഉപഭോഗതൃഷ്ണയും തൃപ്തിപ്പെടുത്താൻ മാത്രം സമ്പത്തിനെ കണ്ട് ഉപയോഗിച്ചു. തൻ്റെ തന്നെ കൺമുമ്പിൽ പടിവാതിക്കൽ കിടന്ന ലാസറിനെ അവൻ അവഗണിച്ചു.
ദൈവം ദരിദ്രനോട് കരുണ കാണിച്ചു, അവന് സ്വർഗഭാഗ്യം നൽകി, അനുഗ്രഹിച്ചു. ധനികനെ നരകവേദനയ്ക്ക് വിട്ടു. യേശുവിൻ്റെ ധാരാളമായ ഉപമയിൽ വ്യക്തിനാമം ലാസർ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഏക ഉപമയാണ് ഇത്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായിക്കുന്നു എന്നാണ്. രണ്ട് വിപരീത കഥാപാത്രങ്ങളിലൂടെ ഇഹലോക ജീവിതത്തിലെയും പരലോക ജീവിതത്തിലെയും വിപരീത അനുഭവങ്ങളിലൂടെ ഉപമ അവതരിപ്പിക്കുകയാണ്. ധനികനും ദരിദ്രനുമായ ലാസറാണ് വിപരീത കഥാപാത്രങ്ങൾ. ലാസർ ധനികൻ്റെ വീട്ടുപടിക്കൽ കിടന്നിരുന്നു എന്നത് വൈപരീത്യത്തിൻ്റെ ആക്കം കൂട്ടുന്നു. ധനികൻ വിദേശ രാജ്യത്തു നിന്നുള്ള ടയർ പട്ടുവസ്ത്രം ധരിച്ചിരുന്നു. എല്ലാ നേരവും മൃഷ്ടാന്ന ഭോജനവും ആസ്വദിച്ചിരുന്നു. ഇതിനെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി ധനവാനും മറ്റ് യഹൂദരും കരുതിയിരുന്നു. ധനവാൻ ദൈവപുത്രനെന്നും നിത്യ സൗഭാഗ്യത്തിന് അവകാശിയെന്നും കരുതിപ്പോന്നു. ദൈവശാപം ഏറ്റവനാണ് ദരിദ്രനെന്ന് യഹൂദർ കരുതി. ആകെ വ്രണം നിറഞ്ഞവനെയാണ് ലാസർ. ധനികൻ്റെ വീട്ടിലെ വിരുന്നുകാർ ഭക്ഷണം കഴിഞ്ഞ് കൈതുടയ്ക്കുവാൻ ഉപയോഗിച്ച ശേഷം വിട്ടുകൊടുത്തതോ എറിഞ്ഞു കളഞ്ഞതോ ആയ അപ്പക്കഷ്ണങ്ങളെങ്കിലും കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ലാസറിൻ്റെ വേദനയ്ക്ക് തെല്ല ആശ്വാസം നൽകുവാൻ നായ്ക്കൾ കാട്ടിയ കരുണ പോലും ധനികൻ കാണിച്ചില്ല. ഈ ലോക അനുഭവങ്ങൾക്ക് നേരെ വിപരീതമാണ് രണ്ടുപേർക്കും മരണാനന്തരം ലഭിച്ചത്. ധനികന് പാതാളത്തിൽ കഠിനയാതനകൾ, ലാസറിന് അബ്രഹാത്തിൻ്റെ മടിയിൽ ആശ്വാസം. പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു. ദൈവജനമായ യഹൂദരുടെ സ്ഥാപക പിതാവാണ് അബ്രഹാം. ധനികൻ്റെയും ലാസറിൻ്റെയും പൊതുപിതാവാണ്. യഹൂദർ മരിച്ചാൽ അബ്രഹാത്തിൻ്റെ മടിയിൽ എത്തുമെന്ന് അവർ വിശ്വസിച്ചു. അബ്രഹാത്തിൻ്റെ മടി നീതിമാന്മാരുടെ സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. യുഗാന്ത്യത്തിൽ മിശിഹായോടൊത്തുള്ള വിരുന്നിൻ്റെ പ്രതീകമാണിത്. ലാസറിൻ്റെ സൗഭാഗ്യം ധനികൻ നരകത്തിൽ കിടന്ന് കാണുകയാണ്. ആ കാഴ്ച അവൻ്റെ പീഡ വർദ്ധിപ്പിക്കുകയാണ്. അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന തന്നെ ലാസർ വിരൽത്തുമ്പിൽ നിന്നും വെള്ളത്തുള്ളികൾ വീഴ്ത്തി ആശ്വസിപ്പിക്കുവാൻ അവനെ അയക്കണമെന്ന് ധനികൻ പിതാവായ അബ്രഹാത്തോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട ജീവിതത്തിൻ്റെ കഠിന യാതനയുടെ ഒരു അനുഭവമാണ്, പ്രതീകമാണ് അഗ്നിജ്വാല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞകാല ജീവിതവും ഇപ്പോൾ അനുഭവിക്കുന്ന വൈരുദ്ധ്യവും അബ്രഹാം അവനെ അനുസ്മരിപ്പിക്കുകയാണ്. നിങ്ങൾ വേർതിരിവിൽ അബ്രഹാം ധനികരോട് സംസാരിക്കുന്നു. അബ്രഹാത്തിൻ്റെ പുത്രന്മാരെന്ന് വിശേഷിക്കപ്പെട്ടവനായ ധനവാൻ അബ്രഹാമിൽ നിന്ന് ഒരിക്കലും ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചില്ല. തൻ്റെ ദുർഗതി പിതൃകുടുംബങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ ഉറ്റ ബന്ധുക്കളുടെ അടുക്കിലേക്ക് ലാസറിനെ അയക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ മറുപടിയിൽ ധനികൻ്റെ സഹോദരൻ വിശുദ്ധ ഗ്രന്ഥം അനുസരിക്കുന്നില്ലെന്നും ധനികൻ അനുസരിച്ചില്ലെന്നും സൂചനയുണ്ട്. ദരിദ്രരോട് അനുകമ്പ കാണിക്കണമെന്ന് നിയമവും പ്രവാചകന്മാരും ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം
15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഓരോ 7 വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം. ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് പറയണം. യേശയ്യാ 3:14 മുതൽ 15 വരെ, പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം? ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു. വിശുദ്ധ ഗ്രന്ഥമനുസരിക്കാത്തവർ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അതിനാൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുന്നില്ലെന്ന് അബ്രഹാം വ്യക്തമാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കാത്തവൻ മറ്റ് ലോകത്തിൽ നിന്ന് വരുന്നതിലും വിശ്വസിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, സമ്പത്ത് ദരിദ്രർക്ക് വേണ്ടി പങ്കിടാനുള്ള ഉപദേശം സഭയും പുതിയ നിയമവും ആവർത്തിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ യാതന അനുഭവിച്ചാൽ പരലോകത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നോ, ഈ ലോകത്തിൽ സമ്പത്തുണ്ടായാൽ മരണാനന്തരം നരകശിക്ഷയാകുമെന്നോ ഈ ഉപമ പഠിപ്പിക്കുന്നില്ല. ധനവാൻ തൻ്റെ സ്വത്ത് പങ്കുവച്ചില്ല എന്നതാണ് കാതലായ പ്രശ്നം. കരുണ കാണിക്കുവാനുള്ള അവസരവും ബാധ്യതയും ഈ ലോകത്താണ്. ദരിദ്രരോടുള്ള തിരുവചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഗ്രഹിക്കാതെ പുതിയ വെളിപാടിനു വേണ്ടി കാത്തിരിക്കുന്നതിൽ പ്രസക്തിയില്ല. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപ വേണ്ട രീതിയിൽ നാം വിനിയോഗിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കഠോരമായ ഒരു ശബ്ദം കൂടി നാം ഇവിടെ കേൾക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പണക്കാരോടും പാവപ്പെട്ടവരോടുമൊക്കെ ഒന്നുപോലെ സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും തമ്പുരാൻ്റെ മക്കളായി കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയിൽ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലൊക്കെ ജീവിച്ച ഭാരതത്തിൻ്റെ അഭിമാനമായ എവുപ്രാസ്യാമ്മ നമുക്ക് നൽകുന്ന മാതൃക ഏറെ ശ്ലാഘനീയമായ ഒന്നാണ്. സാധാരണ ഒരു കുടുംബത്തിൽ ഒക്ടോബർ മാസം 17-ാം തീയതി 1877 ആണ്ടിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ എടത്തുരുത്തി ഇടവകയിൽ എലവുത്തിങ്കൽ ചേർപ്പുകാരൻ അന്തോണി കുഞ്ഞേത്തി ഇവരുടെ മകളായിട്ടാണ് എവുപ്രാസ്യാമ്മ ജനിക്കുന്നത്. അവളുടെ മാമോദീസ പേര് റോസ എന്നായിരുന്നു. സന്യാസിനി സമൂഹത്തിൽ അംഗമായി ചേർന്ന അവൾ 1900 ആണ്ട് മെയ് മാസം 24-ാം തീയതി നിത്യവ്രതം എടുത്തുകൊണ്ട് പരിപൂർണമായി ഒരു സന്യാസിനിയായി അവൾ ജീവിച്ചു. സന്യാസിനികളുടെ ഗുരുനാഥയായി 1910 മുതൽ 13 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവൾ പരിശീലനം സന്യാസിനികൾക്ക്, അർദ്ധനികൾക്ക് നൽകി. ഒല്ലൂർ മഠത്തിൻ്റെ സുപ്പീരിയറായി 1913 മുതൽ 16 വരെ പ്രവർത്തിച്ചു. 1952 ഓഗസ്റ്റ് മാസം 29-ാം തീയതി 75-ാമത്തെ വയസ്സിൽ അവൾ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി.
നാമകരണ പരിപാടികളുടെ തുടക്കം സെപ്റ്റംബർ 27, 1986 ദൈവദാസിയായി ഓഗസ്റ്റ് മാസം 29, 1987 ഉയർത്തി ധന്യ എന്ന പദവിയിൽ 2002 ജൂലൈ 5 ഉയർത്തി വാഴ്ത്തപ്പെട്ടവൾ എന്നുള്ള നിലയിൽ 2006 ഡിസംബർ 3 സഭ പ്രഖ്യാപിച്ചു. വിശുദ്ധ പദപ്രഖ്യാപനം നവംബർ മാസം 23 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു. മാതാപിതാക്കളുടെ മൂത്ത മകളെന്നുള്ള നിലയിൽ പിതാവിൻ്റെ നിശ്ചയദാർഢ്യവും മാതാവിൻ്റെ ശാന്തശീലവും സൗമ്യതയും സഹന ആഭിമുഖ്യവും ചെറുപ്രായം മുതലേ യൗപ്രേസ്യാമ്മയ്ക്ക് ലഭിച്ചിരുന്നു. തിരുസഭയോടുള്ള പുത്രി നിർവിശേഷമായ സ്നേഹത്തിൻ്റെയും ആഭിമുഖ്യത്തിൻ്റെയും സാക്ഷ്യം സന്യസ്തരുടെ ശ്ലൈംഗിക പ്രവർത്തനത്തിന് ആധികാരികതയും ശക്തിയും നൽകുമെന്ന് ജീവിതത്തിൽ ഉടനീളം യൗപ്രാസ്യാമ്മ കാണിച്ചു. തിരുസഭയോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമാണ് സഭാധികാരികൾ, വൈദികർ എന്നിവർക്ക് വേണ്ടി യൗപ്രാസ്യാമ്മ നടത്തിയ നിരന്തര പ്രാർത്ഥനകൾ. തിരുസഭാ മാതാവിനെ ബാധിക്കുന്ന സകല പ്രശ്നങ്ങളും സ്വന്തം പ്രശ്നങ്ങളായി കണ്ടിരുന്ന അസാധാരണ സന്യാസ ചൈതന്യം അമ്മയിൽ കണ്ടിരുന്നു. കന്യകാലയത്തിലെ കാര്യങ്ങൾ മാത്രം മുഴുകാതെ അതിന് പുറത്തുള്ള സഭാപ്രശ്നങ്ങളിൽ ഇടപെട്ട വ്യക്തിയായിരുന്നു യൗപ്രാസ്യാമ്മ. ഉള്ളിൽ കത്തിപ്പടരുന്ന ദൈവസ്നേഹമായിരുന്നു യൗപ്രാസ്യാമ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. തീക്ഷ്ണതയുള്ള കുടുംബപ്രേക്ഷിതരാവാൻ അമ്മ ഉപയോഗിച്ച വലിയ ആയുധ പ്രാർത്ഥനയായിരുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിൽ മുഴുകിയിരുന്ന അമ്മ രോഗം, കടബാധ്യത, കുടുംബപ്രശ്നം എന്നിവയാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് സ്ത്രീയുടെ പങ്ക് എന്തെന്ന് തൻ്റെ അമ്മയുടെ മാതൃക മുൻനിർത്തി യൗപ്രാസ്യാമ്മ കുടുംബാംഗങ്ങളെ ഉപദേശിച്ചു. ലൗകിക സമ്പത്ത് കുറഞ്ഞാലും ആത്മീക സമ്പത്തിൽ മറ്റാരെയേക്കാൾ പിന്നിലാകരുത് എന്ന് തൻ്റെ സഹോദരങ്ങളെ അമ്മ ഉപദേശിക്കാറുണ്ടായിരുന്നു. കന്യാസ്ത്രീയായാൽ യൗപ്രാസ്യാമ്മയെപ്പോലെ ആകണം എന്ന് ചൊല്ല് നാട്ടിൽ പ്രചരിപ്പിക്കത്തക്ക വിധം ജീവിത സാക്ഷ്യത്തിലൂടെ കുടുംബങ്ങളുടെ ഹൃദയം അമ്മ കവർന്നു. ദിവ്യകാരുണ്യ ഉപാസകയായിരുന്നു അമ്മ. 40 മണി ആരാധന അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അതിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. യൗപ്രാസ്യാമ്മയുടെ പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം ദിവ്യബലിയായിരുന്നു. അതവൾക്ക് സർഗശക്തിയും പ്രവഹിക്കുന്ന ഉറവിടവുമാകുന്നു. സക്രാരിക്ക് മുമ്പിൽ ഏകാഗ്രചിത്തയായിരിക്കുമ്പോൾ മണിക്കൂറുകൾ കടന്നു പോകുന്നത് അമ്മ അറിയാറില്ല. ഏത് കാര്യത്തിലും ദൈവികമായ സമാശ്വാസം ലഭിക്കുന്നതിനും ഉത്തരം ലഭിക്കുന്നതിനുമുള്ള അത്താണിയാണ് അമ്മയ്ക്ക് ദിവ്യകാരുണ്യം. ദൈവമാതാവിൻ്റെ പ്രിയപുത്രി, ഒരു കൈക്കുഞ്ഞിനെപ്പോലെ ദൈവമാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൽ പറ്റിച്ചേർന്നാണ് യൗപ്രാസ്യാമ്മ വളർന്നത്. എൻ്റെ പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് പരിപാലിച്ച് വളർത്തിയ എൻ്റെ അമ്മ യൗപ്രാസ്യാമ്മ ദൈവമാതാവിനെ അങ്ങനെയാണ്
വിലയിരുത്തിയിരുന്നത്. കൊന്തഭക്തിയിലൂടെയാണ് ഈ അഗാധമായ ബന്ധം ഊട്ടി ഉറപ്പിച്ചത്. ജപമാല ഇതുപോലെ യേശുവിൻ്റെ ജീവിതവും മറിയത്തിൻ്റെ ജീവിതവും അത്യഗാധമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് മറ്റെങ്ങും കാണാൻ സാധിച്ചില്ല. തൻ്റെ സഹനങ്ങളിൽ ശക്തി പകർന്നും ആശ്വാസം നൽകിയും പരിശുദ്ധയമ്മ യൗപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൊന്തയൊഴിഞ്ഞ കൈകളുമായി യൗപ്രാസ്യാമ്മയെ കാണുക പ്രയാസമാണ്. സഹോദരങ്ങളുടെ കാവൽക്കാരിയായിരുന്നു അവൾ. എന്നും മറ്റുള്ളവർക്ക് ഒരാശ്വാസമായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ സഹോദരങ്ങളുടെ വിഷയങ്ങളിൽ കാവൽ നിന്ന് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ അവൾ പരിശ്രമിച്ചു. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥ, കുട്ടികളോട് നിഷ്കളങ്കമായ വാത്സല്യം കാണിച്ചു. പരീക്ഷ എടുക്കുമ്പോൾ അമ്മയുടെ പക്കൽ ഓടിക്കൂടും അടുക്കളയിലെ മാലാഖ. ആശ്രമത്തിലെ അധ്വാനിക്കുന്നവരോട് ദയാലു, അനുകമ്പ, വാത്സല്യം എന്നിവ കാണിച്ചു. വേലക്കാരോട് കരുണ കാണിച്ചു. പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ജോലിക്കാരെ അമ്മ പഠിപ്പിച്ചു. രോഗികൾക്കരികിലെ ദൈവസാന്നിധ്യം, രോഗികളോട് കാരുണ്യവും കരുതലും കാണിച്ചു. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വന്ന ദൈവപുത്രൻ്റെ സേവനമന്ത്രം അമ്മയെ സ്വാധീനിച്ചു. സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വളരെ പരിമിതമായിരുന്നു. സമാധാനപൂർണമായ നല്ല മരണത്തിന് രോഗികളെ അമ്മ ഒരുക്കി. അമ്മയുടെ വാക്കുകൾ മരിച്ചാലും മറക്കില്ലട്ടോ എന്ന് പറയുന്ന ആ വാക്ക് എല്ലാവരെയും അനുദിനം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മരണശേഷവും അവൾ അനശ്വരയായി ഇന്ന് ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. മക്കൾക്ക് ചെയ്യുന്ന പണി മഹേഷിന് ചെയ്യുന്ന ആരാധനയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെ നാം വിലയിരുത്തുമ്പോൾ യൗപ്രാസ്യാമ്മയുടെ ജീവിതം തനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക്, മഠത്തിന് പുറത്തുള്ള ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകുവാൻ, സ്നേഹത്തോടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ അമ്മ നടത്തിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുകരണീയമാണ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മകളെ വരിക, മകനെ വരിക, നിനക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നരുളി ചെയ്യുന്ന മോഹനമായ ശബ്ദം കേൾക്കുവാൻ നമുക്കും ഇടയാകും. അതിന് വിശുദ്ധ യൗപ്രാസ്യാമ്മയുടെ മധ്യസ്ഥത കോട്ടയായിരിക്കട്ടെ.